ഇന്ന് ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനല്ലാട്ടോ ഉണ്ടാക്കാൻ പോണത്, അപ്പുവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പുവിനെ അറിയാലോ, സേതുമാധവൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടതല്ലേ, അനിയനാണ്. അപ്പോൾ അവൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ട് ഉള്ള പുളിയിഞ്ചിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് തവണ അവന് ടാസ്ക് കൊടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ അവൻ്റെ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അവനെ കണ്ടേ, ഇതായിരിക്കണം പിടിച്ച് കൂട്ടിയിട്ട് പോട്ടെ. അപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ഇനി പിടിച്ച് കൂട്ടിയിട്ട് പോയിട്ട് നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ ഒരു 1/2 കിലോ പുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ഇപ്പോൾ വെള്ളത്തിൽ വെച്ച് ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം സത്ത് കിട്ടുന്ന വരെ നല്ല പിഴിഞ്ഞ് കായ്പോയി പറഞ്ഞ പോലെ ഞാനിപ്പോൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഇത് ഞാൻ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇത് മാക്സിമം വറ്റിച്ച് കിട്ടണം. അപ്പോൾ അതിന് വരെ ഇതിങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞാൻ 7 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുന്ന പോലെ 7 അച്ച് ശർക്കര ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സൈസിൽ ഒരു 5 കഷ്ണം ഇഞ്ചി ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ. ഞാനിപ്പോൾ 5 വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പച്ചമുളകാണ്. ഒരു 10 മീഡിയം സൈസുള്ള പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മുറിച്ചിട്ടുണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കും വേണം. കാരണം ആ ശർക്കര ഒന്ന് അടിയിലുള്ളത് വിട്ടതൊന്ന് അലിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ അലിഞ്ഞു വന്നുകൊണ്ടിരിക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അത് കുറച്ച് നേരം ഒന്ന് തിളച്ച് ഇങ്ങനെ ഒരു വറ്റട്ടെ. അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറ്റണം. ഇതപ്പോൾ നല്ല രീതിയിൽ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ശർക്കര അടിയിൽ അലിയാണ്ട് ചിലപ്പോൾ കടന്നു വരാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞില്ല, ഇനി കുറച്ച് ഉലുവയും കടുകും നല്ല രീതിയിൽ വറുത്തെടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ പുളിയിഞ്ചി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കടുകും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പുളിയിഞ്ചി ഉണ്ടാക്കണ കഴിഞ്ഞിട്ടില്ല. ഇതിലേക്ക് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം ഒരു പിടി കടുകും നല്ല രീതിയിലൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് താളിച്ചെടുക്കുക. അത്യാവശ്യം നല്ലൊരു മണമാണ് ശരിയ. അപ്പോഴേക്കും ഈ സാധനം നേരെ താളിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുളിയിഞ്ചിയിലേക്ക് ഒഴിക്കുക. ഇതോടുകൂടി നമ്മുടെ പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല തേന് പോലെ ടേസ്റ്റുള്ള നമ്മുടെ പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.